നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ടാറ്റ പഞ്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 വർഷം മുമ്പ് വിപണിയിലെത്തുകയും 7 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്ത ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സബ് കോമ്പാക്റ്റ് SUV ആണിത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു കോമ്പാക്ട്നെസ് തന്നെയാണ്. വളരെ ചെറിയൊരു വാഹനമാണ്, പക്ഷേ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ടാറ്റയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്ന് ടാറ്റ പഞ്ചാണെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ പഞ്ച് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതിൽ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി വന്നു എന്നുള്ള കാര്യമാണ്. 110 BHP എഞ്ചിനാണിത്. ഇത് പക്ഷേ ആദ്യമായിട്ട് പഞ്ചിലല്ല പ്രത്യക്ഷപ്പെടുന്നത്. ടാറ്റയുടെ പല വാഹനങ്ങളിലും വന്നിട്ടുണ്ട്. അങ്ങനെ 10 ലക്ഷം ആ ഒരു എഞ്ചിൻ ഘടിപ്പിച്ച വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു ടൈം പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും കൂടുതൽ സ്പോർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 88 BHP യിൽ നിന്നൊരു ഒറ്റച്ചാട്ടം 110ലേക്ക് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തന്നെയുമല്ല കാര്യമായ രീതിയിൽ ഇൻറ്റീരിയറിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ്, 42ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നു. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു ചെറിയ SUV ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ വില അധികം കൂടിയിട്ടുമില്ല. കാരണം 5.59 ലാക്സിൽ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ വില ആരംഭിക്കുന്നു. 9.29 ലാക്സിലാണ് ഇതിൻ്റെ വില അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയിൽ താഴെ ഇത്രയധികം ഫീച്ചേഴ്സുള്ള വാഹനം കിട്ടുന്നു. തന്നെയുമല്ല ഇതിൻ്റെ ഭാരത് എൻക്യാപ്പിൽ, അത് ഭാരത് എൻക്യാപ്പ് കാർഷസിൽ 5 സ്റ്റാർ കിട്ടുകയും ചെയ്തു. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാര്യമായിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലോഞ്ച് ചെയ്ത ആ ഒരു വെന്യൂവിലാണ്. ഇത് മുംബൈയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റം എന്ന് ചോദിച്ചാൽ, മുൻഭാഗം കാണുമ്പോൾ വളരെ, അല്ലെങ്കിൽ തന്നെ പഞ്ച് കാണാൻ നല്ല ഭംഗിയാണ്. പഞ്ചിൻ്റെ EV അതിലും ഭംഗിയായിരുന്നെങ്കിൽ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു ഭംഗി കൂടുതൽ ഷാർപ്പായി മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ഡേറ്റയും റണ്ണിംഗ് ലാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ചെറിയ ഒരു സ്ട്രിപ്പ് പോലെയാണ് നമുക്ക് LED കാണാവുന്നത്, DRL കാണാവുന്നത്. അതുപോലെ ലൈറ്റിൻ്റെ ഭാഗത്താണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള LED ലൈറ്റ്. ഈ LED ലൈറ്റ് എല്ലാ വേരിയൻസിലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഭാഗമൊക്കെ പാടെ മാറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം വന്നു. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു എയർ ഡാം വന്നു. അതൊക്കെയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇടയ്ക്കൊക്കെ വളരെ ചെറിയ രീതിയിൽ ഈ ഒരു അലൂമിനിയം ഫിനിഷ് തുടരുന്നുമുണ്ട്. ഈ കട്ടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരിക ടാറ്റയുടെ മറ്റ് പല വാഹനങ്ങളുമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഏതാണ്ട് ഒരേ രീതിയിൽ ഈ ഒരു ഭാഗമൊക്കെ ടാറ്റയുടെ വാഹനങ്ങളിൽ മാറിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗമാണ് വന്നിരിക്കുന്നത്. അത് രസമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് ഫിനിഷുള്ള വാഹനമായതുകൊണ്ട് തന്നെ ബ്ലാക്ക് എടുത്ത് നിൽക്കുന്നുണ്ടെന്നാണ് പറയേണ്ടത്. എന്തായാലും കട്ടുകളും ക്രീസുകളും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. മേൽഭാഗത്താണെങ്കിലും ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗത്തേക്കുള്ള ഈ ഒരു ലൈനുകളും അതൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഞ്ചിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. വളരെ ചെറിയ SUV ആണെങ്കിലും വളരെ ബോൾഡ് ലുക്കിംഗ് ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം. അതുപോലെ ഈ ബമ്പറിൻ്റെ സൈഡിലൊക്കെ എയർ ഇൻടേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എയർ ഫ്ലോ വളരെ കാര്യമായ രീതിയിൽ കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂവിലും കട്ടുകളും ക്രീസുകളും ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഈ ക്ലാഡിങ് അങ്ങനെ സൈഡിലേക്ക് വീലാർസ് കടന്ന് നീളുകയാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണിത്. 193 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം ഇപ്പോൾ പഞ്ചായി മാറിയിട്ടുണ്ട്. 16 ഇഞ്ച് ടയേഴ്സാണ്. അല്പം കൂടി സൈസ് ആകാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിൽ അലോയിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. പൊതുവേ കാണപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെ, ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും കൊടുത്തിരിക്കുന്നു. അത് ഭംഗിയായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ടോൺ ആണ് എന്ന് പറയാം. ഇതിൻ്റെ റൂഫ് വൈറ്റ് ആണ്, ഇത് റെഡും ആണല്ലോ. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫിനിഷാണ് സൈഡ് വ്യൂ മിറേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എന്തായാലും സൈഡിലെ ക്ലാഡിങ് വളരെ വീതി കൂടി ബാക്കിലേക്ക് നീളുകയാണ്. അതുപോലെ തന്നെ ബോഡി കളേർഡായിട്ടുള്ള ഈ ഒരു ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രാബ് റെയിൽ ഇതിനൊന്നും യൂസ് ഒന്നുമില്ല, അതൊന്നും വെയിറ്റ് താങ്ങുന്നതുമല്ല. ഏതായാലും അതുമൊക്കെ കൊടുത്ത് സൈഡ് പ്രൊഫൈലിൽ നല്ല ഗംഭീരമായ ഒരു SUV യുടെ ആ ഒരു സ്റ്റാൻസ് വന്നിട്ടുണ്ട്. അതിന്
ബാക്കപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ കനത്ത ബോഡി ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പതിവ് പോലെ തന്നെ ഇവിടെയാണ് സി പില്ലറിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പഴയതിനേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് പിൻഭാഗത്തെ ഡിസൈൻ എന്നുള്ള കാര്യമാണ്. ഈ ഒരു LED സ്ട്രിപ്പ് നെടുനീളത്തിൽ വന്നിരിക്കുന്നു. കുറേയൊക്കെ ഏറ്റവും പുതിയ പഞ്ച് EVയുടെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഡിസൈൻ. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അവിടെ ഒരു ഷാർഫിൻ ആൻറ്റിന, ഡീഫോഗർ, വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പഞ്ചെന്നുള്ള ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാം. താഴെയായിട്ട് ഫുൾ ഒരു അലൂമിനിയം ഫിനിഷ് ഉള്ള ഒരു ബോട്ടം ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. സെൻസേഴ്സ്, ക്യാമറ പോലുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇവിടേക്കായിട്ട് കാണാം. നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. അപ്പം ടോർച്ച് അടിച്ചാലേ കാണുള്ളൂ കേട്ടോ. അതുകൊണ്ട് 366 ലിറ്ററാണ് ഇപ്പോൾ ബൂട്ട് സ്പേസ്. മറ്റൊരു കാര്യമുള്ളത് പഞ്ചിൻ്റെ CNG കൂടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CNGയിൽ 210 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കോംപ്രമൈസ് ആയിട്ടില്ല. ഇത് 366 ഉണ്ട്. ഏതായാലും ഒരു ചെറിയ ഫാമിലിക്ക് ഏറ്റവും പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് തന്നെ പറയാം. എന്തായാലും ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാഴ്ചയിൽ തന്നെ നമുക്ക് അതിനൊരു ബോൾഡായിട്ടുള്ള ഒരു ലുക്ക് നമുക്കത് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇൻറ്റീരിയറിൽ കയറാം. കാരണം ഇടിയോടിടിയാണ്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇൻറ്റീരിയറിൽ കയറിയേ പറ്റൂ. കമോൺ. അപ്പോൾ ഇൻറ്റീരിയർ ആയാലും പൊളിച്ചു എന്നാണ് പറയേണ്ടത്. ടാറ്റയുടെ ഓരോ വാഹനങ്ങൾ വരുമ്പോഴും ഇൻറ്റീരിയർ വളരെ വ്യത്യസ്തമാകുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ളതുമാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഉപയോഗിച്ചിരുന്ന കളേഴ്സൊക്കെ വളരെ നല്ല കളേഴ്സ്. ഇവിടെ ബ്ലാക്ക്, ഇവിടെ വൈറ്റ്, ഇവിടെ ഒരു ബ്ലൂവിഷ് കളറാണ് ഈ ഒരു ഫാബ്രിക് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഈ ഒരു 23 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു വലിയ സ്ക്രീനാണ്. ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആപ്പുകളെല്ലാം തന്നെയുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ്. പുറകിൽ വലിയ കാലൊക്കെ കാണുന്നല്ലോ. അപ്പം അങ്ങനെ എല്ലാ തരത്തിലുള്ള ആംഗിളുകളും അതിൽ വളരെ കൃത്യമായിട്ട് കാണാം. പിന്നെ ഇതിൽ 4 സ്പീക്കറും ട്യൂട്ടറും ഒക്കെ ഉള്ള ഒരു നല്ല മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഇപ്പോൾ കൺട്രോൾ ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയർ മൈ ലൊക്കേഷൻ, മീഡിയ, അങ്ങനെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടാറ്റ അസിസ്റ്റ്, സറൗണ്ട് വ്യൂ, നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ക്യാമറ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത്ര എല്ലാ കാര്യങ്ങളുമുള്ള ഒരു ഗംഭീര സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല അതിൻ്റെ വളരെ നന്നായിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഒട്ടും കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് AC വെൻറ്റുകളുടെ രീതിയാണ്. അതിൻ്റെ ചുറ്റും ഒരു വൈറ്റ് ഫിനിഷൊക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ഫിനിഷിൽ നല്ല ഭംഗിയുള്ള AC വെൻറ്റുകൾ വന്നു. ഈ ഒരു ഭാഗമൊക്കെ നല്ല ടെക്സ്റ്റേർഡാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്, അതൊക്കെ രസമായിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ ഓട്ടോമാറ്റിക് അല്ല, ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ പ്യൂരിഫയർ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഇവിടേക്ക് വരുമ്പോൾ വയർലെസ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 12 വോൾട്ടിൻ്റെയും അതുപോലെ 65 വോട്ടിൻ്റെയൊക്കെ ഗംഭീര ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും വളരെ പെട്ടെന്ന് ചാർജ് സാധിക്കും. പിന്നെ ഇതിപ്പോൾ AMT മോഡലാണ്, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് 1.2 ലിറ്റർ ടർബോ പെട്രോളിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതിലാണ് AMTയും മാനുവലും ഒക്കെ വരുന്നത്. അതാണിപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. ഗിയർ ലിവർ അല്പം കൂടി ഒരു ലെതർ റാപ്ഡ് ആക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും ഇവിടെയൊക്കെ ഈ ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതെല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് ഇടുന്ന വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ആംബ്രസ്റ്റും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ വൈറ്റും ബ്ലാക്കും തന്നെയാണ് ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 ബോട്ടിൽ ഹോൾഡേഴ്സും അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ്, ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വാഹനത്തിന് അതിൻ്റെ ആവശ്യമുള്ളൂ, ചെറിയൊരു SUV അതിൻ്റെ ആവശ്യമുള്ളൂ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ പാഡൽ ഷിഫ്റ്റേഴ്സാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ പിൻഭാഗത്ത് കാണുന്നത് ഇപ്പോൾ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങൾ കാണുന്ന പോലെ ഡിജിറ്റൽ ലോഗോ ഒക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണിത്.
അതിൽ സൈഡിൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, അത് വോളിയം സെറ്റിങ്സ് ഒക്കെ ഇവിടെയുണ്ട്. വളരെ ബ്രൈറ്റായുള്ള ഗംഭീരമായൊരു സ്ക്രീനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസോളിൽ കാണുന്നത്. അതിലും വേണ്ട അത്യാവശ്യം വേണ്ട ഇൻഫോ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് തീർച്ചയായിട്ടും നമ്മളെ ആകർഷിക്കുന്നുള്ള സംശയമില്ല. ഇവിടെ ഫോൾഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടേക്കുള്ള പ്ലാസ്റ്റിക് അല്പം കൂടി നന്നാക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ തോന്നാം, അത് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോലും അങ്ങനെ തീരെ മോശമല്ല എങ്കിൽ പോലും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അല്പം കൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. വിസിബിലിറ്റി പോലുള്ള കാര്യങ്ങളെല്ലാം ടാറ്റ പഞ്ച് പണ്ടുതൊട്ടേ മുന്നിലാണ്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് മാനുവലി ഉയർത്താം. അതുപോലെ സ്ലാൻഡിങ് പൊസിഷനൊക്കെ നല്ല രീതിയിൽ കണ്ടെത്തി സുഖമായിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഒരു നല്ല സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തായാലും പല കാര്യങ്ങളും ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് വളരെ ചെറിയൊരു എസ് യു വിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടാറ്റ പഞ്ചിൽ വന്നിട്ടുണ്ടെന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി പിൻഭാഗത്ത് ഇരുന്ന് നോക്കാം. സുഖമായിട്ട് ഇത് പറയാൻ വിട്ടുപോയി. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒന്ന് തുറക്കട്ടെ. ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒക്കെ ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. പിൻഭാഗത്ത് വളരെ കംഫർട്ടബിൾ സീറ്റാണ്. മുൻഭാഗത്ത് ആ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് അങ്ങേ അറ്റമാണ്. കാരണം നല്ല പാഡിങ്, നല്ല കുഷനിങ്, അതുപോലെ തന്നെ തൈ സപ്പോർട്ട്. അത് ഇനി ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വാഹന കമ്പനികൾ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാത്തത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തൈ സപ്പോർട്ടായി. പക്ഷേ അത് പലരും കൊടുക്കുന്നില്ല. പക്ഷേ ടാറ്റ അക്കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തന്നെയല്ല ഈ ഒരു ഫാബ്രിക് സീറ്റിന് നല്ല ഇതുണ്ട്, ഗ്രിപ്പുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ ഊർന്നു പോകില്ല എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ. നടുവിൽ നല്ലൊരു ആംബ്രസ്റ്റ്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും സീറ്റിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും അതിൻ്റെ എന്താ പറയുക കുഷനിങ്ങും ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഭാഗമൊക്കെ ഉണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് ചാരിയിരിക്കാം. ഇപ്പോൾ ഈ സീറ്റ് ഏറ്റവും മുന്നിലേക്കും ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്കും മാറ്റിയിടുമ്പോൾ ഇതാണ് ലെഗ് സ്പേസ്. ഇവിടെ നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ അല്പം കുറവാണ്. ഇത്രയും പിന്നിലേക്ക് ഇട്ടാൽ പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് റൂഫ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഹൈറ്റ് ഉള്ളവർക്കും സുഖമായിട്ടിരിക്കാം. തല മുട്ടുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല വിസിബിലിറ്റിയുള്ള വിൻഡോയും ഒക്കെയുണ്ട്. പിന്നെ ഒരു നല്ല ബോട്ടിൽ വയ്ക്കാവുന്ന അത്രയും സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു. നല്ല ആംബർസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പെർഫെക്റ്റ് എന്ന് വിളിക്കാവുന്ന പൊസിഷനുകളാണ് എല്ലാം മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സൗകര്യപ്രദമായ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു വാഹനത്തിൽ ഇത്രയും ഫീച്ചേഴ്സ് വന്നതുകൊണ്ടാണ് പ്രത്യേകത. എന്നാൽ വില കൂടുതലുമില്ല. 9,29,000 രൂപയ്ക്ക് ടോപ്പ് എൻഡ് മോഡൽ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു വലിയ SUV തന്നെയാണ് വിളിക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസൊക്കെ നല്ല രീതിയിലുണ്ട്. എങ്കിലും ഒരു സബ് കോമ്പാക്റ്റ് SUV ആണ്. അതിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ആണിപ്പോൾ സ്ക്വീസ് ചെയ്ത് ടാറ്റ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. എൻ്റെ മീഡിയ ഡ്രൈവ് നടക്കാൻ പോവുകയാണ് പൂനെയിൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ജസ്റ്റ് വാക്ക് ഔട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകമായിട്ട് പറയുന്നത് ഇതിൻ്റെ CNG മോഡലിൽ AMG ട്രാൻസ്മിഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ്. തന്നെയുമല്ല അതിൽ പാഡ് ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പുതുമയാണ്. CNG മോഡൽ നമ്മൾ ഓടിച്ചിട്ടില്ല. എന്തായാലും അത് അല്പം അണ്ടർ പവർഡ് ആയിരിക്കുമെങ്കിൽ പോലും അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നു. എന്തായാലും 3 എഞ്ചിൻ ഓപ്ഷൻസിൽ എല്ലാവരും തിരഞ്ഞെടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും. പക്ഷേ അതിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ എന്നൊരു പ്രശ്നമാണ് നമുക്ക് എടുത്തു പറയുന്ന കാര്യം. എന്നാലും 42ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, അതുപോലെ വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ട് പറയുന്നത്. എന്നാലും വിശദമായ ടെസ്റ്റ് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്നുള്ള ഈ ഒരു വാക്ക് ഔട്ടിൽ നിന്നും ബൈ പറയട്ടെ. ബൈ.